നമസ്കാരം. ഡാ മോനെ ഗോകുലെ അടിച്ച് കേറുകയാണല്ലേ. നമ്മ വേറെ ആരുമില്ല, നമ്മളുടെ സുരേഷ് ഗോപിയുടെ മകന് ഗോകുലിന്റെ കുറച്ച് പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം അതൊന്ന് കണ്ടു നോക്കാം. അതിനു ശേഷം അതിനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. എന്തായാലും ഇപ്പൊ സഹപ്രവർത്തകയാണ്, ഒപ്പം അഭിനയിക്കുന്ന നടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഗോകുല് വന്നിട്ടുള്ളത്. ഗോകുലെ കുറച്ച് കാര്യങ്ങൾ വേറെയും ചോദിക്കാനുണ്ട്. ഒരുപാട് നടന്മാർക്കെതിരെ സൈബർ ആക്രമണം നടന്നിട്ടുണ്ട്. വർഗീയപരമായിട്ടും മതപരമായിട്ടും അതുപോലെ തന്നെ മറ്റു പല രീതിയിലും വർഗീയാക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ എൻ്റെ മോന് ഗോകുല് എവിടെയായിരുന്നു? അതൊക്കെ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം. എന്തായാലും ഗോകുല് പറയുന്ന ആ കാര്യങ്ങളൊന്ന് കേട്ടോക്കി. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത് അങ്ങനെ വ്യക്തിക്കുള്ളത് തന്നെ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് അച്ഛൻ നേരത്തെ ജയിച്ചില്ല? നിങ്ങൾക്ക് തന്നെ അതിന്റെ ഉത്തരം ഉണ്ടല്ലോ. അതിന്റെ ഉത്തരം മറ്റൊന്നല്ല ഗോകുലെ, അച്ഛന് നേരത്തെ ജയിക്കാതിരുന്നതേ കഴിഞ്ഞ 5 വർഷമായിട്ട് അച്ഛന് അധികം വർഗീയത പറയുന്നില്ല. ജനങ്ങളെ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും വേർതിരിച്ചുകൊണ്ട് ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വർഗീയതയോ പറയാതെയാണ് അച്ഛന് കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അതിനു മുൻപുള്ള 5 വർഷം എന്ന് പറയുന്നത് പച്ചക്ക് വർഗീയത പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കെതിരെ വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടായിരുന്നു തൻ്റെ അച്ഛന് സുരേഷ് ഗോപി എന്ത് ചെയ്തിരുന്നത്? വോട്ട് പിടിച്ചിരുന്നതും വോട്ട് ബാങ്ക് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് തൃശ്ശൂരിനെ ഉപയോഗിച്ചിരുന്നതും. പക്ഷെ ഇപ്പോൾ തൻ്റെ അച്ഛന് വർഗീയതയെല്ലാം വിട്ടുകൊണ്ട് തൃശ്ശൂരിലെ ജനങ്ങളെ ജനങ്ങളായി കണ്ടുകൊണ്ട് മനുഷ്യരായി കണ്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിക്കൊണ്ട് അവർക്ക് നല്ല രീതിയിൽ സഹായങ്ങളും കാര്യങ്ങളും എല്ലാം ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ചെയ്തത് കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇപ്പൊ തൻ്റെ അച്ഛനെ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടിട്ടുള്ളത്. ഇനിയും തൻ്റെ അച്ഛന് ഇതുപോലെ വർഗീയതയുമായിട്ട് വന്നു കഴിഞ്ഞാൽ, ജനദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ തൻ്റെ അച്ഛനെ ഇനിയും വലിച്ച് തൃശ്ശൂരുകാർ താഴെയിടും. അതിലൊരു സംശയമല്ല. കാരണം ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ ഒരു കിരീടം ഉണ്ടല്ലോ, ആ ഒരു കിരീടം മരണം വരെയുള്ള കിരീടമല്ല. അത് കിരീടം അഴിച്ചു വെപ്പിക്കാനും ഈ പറയുന്ന തൃശ്ശൂരിലെ ജനത വിചാരിച്ചാൽ മതി, അവർക്ക് അതിന് കഴിയും എന്നുള്ള കാര്യം അച്ഛനെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നന്നാവും എന്നാണ് മകനായ നിന്നോട് എനിക്ക് ഒരു ഉപദേശമായിട്ട് പറഞ്ഞു തരാനുള്ളത്. അപ്പൊ മനസ്സിലായില്ലേ? കഴിഞ്ഞ 5 വർഷം മുൻപ് 2019 ഇലക്ഷൻ നടന്നപ്പോൾ എന്തുകൊണ്ടാണ് അച്ഛൻ ജയിക്കാതിരുന്നത് എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? കാരണം അന്നുള്ള ബൈറ്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കുക. അച്ഛന് സംസാരിച്ച ബൈറ്റുകളും കാര്യങ്ങളും അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് വളരെ കൃത്യമായിട്ട് എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് തനിക്ക് മനസ്സിലാവുമെന്നാണ് പറയാനുള്ളത്. എന്തായാലും നിമിഷയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗോകുല് വേറെ കുറച്ച് കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ നമുക്കൊന്ന് കാണാം. ഇത്രയും വർഷമില്ല ആക്ട്രസ് അത് പറഞ്ഞതിന് ശേഷം അത് പറയുമ്പോൾ ആക്ട്രസിന്റെ സഹപ്രവർത്തകനെ കുറിച്ചാണ് പറയുന്നതെന്നോ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന അതേ മേഖലയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ പറ്റിയും കൂടിയാണ് പറയുന്നതെന്നുള്ളൊരു ചിന്ത അവർക്കപ്പോൾ ഇല്ലായിരുന്നു. ഇപ്പോൾ ടോണസ് ഇവന്റ്സ് വന്നപ്പോൾ അവർക്കതൊരു തിരിച്ചടിയായി മാറി കാണാം. പക്ഷെ അതൊന്നും നമ്മള് ഇതൊന്നും അല്ല നമ്മുടെ ഡെയിലി ഫീഡിങ് മെറ്റീരിയൽ. അപ്പൊ ഗോകുലെ അന്ന് അവരെന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം ഗോകുലെ. പിന്നെ സഹപ്രവർത്തകനാണ് എന്നൊക്കെ ഈ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. അതിനു മുൻപ് നിമിഷ പറഞ്ഞ ആ കാര്യം കൂടെ നമുക്കൊന്ന് കേൾക്കാം. എന്തായാലും അതുകൂടെ ഒന്ന് കേട്ട് നോക്കും. നമ്മള് തൃശ്ശൂര് ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല, ആ നമ്മളോടാണ് ഇന്ത്യ ചോദിക്കുന്നത്. നമ്മൾ കൊടുക്കൂല. ഗോകുലെ, ഇതിൽ നിമിഷ പറഞ്ഞിട്ടുള്ള പ്രസ്താവന എന്താണ്? ഒരു ഇന്ത്യൻ പൗരന് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരി എന്ന നിലയിൽ അവൾക്ക് പറയാനുള്ള അവകാശമുള്ള കാര്യം തന്നെയല്ല അവൾ ചെയ്തിട്ടുള്ളത്. തൃശ്ശൂര് ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല, പിന്നെയാണോ ഇന്ത്യ എന്നാണ് നിമിഷ ചോദിച്ചിട്ടുള്ളത്, അല്ലെ? ആ നിമിഷം പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവം നടന്നിട്ടുള്ളതും. തൃശ്ശൂർ നിങ്ങൾക്ക് കിട്ടി, ശരിയാണ്. പക്ഷെ ഇന്ത്യയിലെ നിങ്ങളുടെ ബഹുഭൂരിപക്ഷം എവിടെ പോയി? ഒറ്റകക്ഷിയായിട്ട് ഭരിച്ചിരുന്ന BJP ഇന്ന് എവിടെ കിടക്കുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പൊ നിമിഷം പറഞ്ഞ കാര്യം ഏകദേശം ശരിയായിട്ടുണ്ടോ ഇല്ലേ എന്നൊന്ന് മനസ്സിരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ ഗോകുലിന് മനസ്സിലാകും എന്ന് വിചാരിക്കുന്നത്. കാരണം അച്ഛൻ്റെ കുഞ്ഞു കിടാവൊക്കെ തന്നെ ആയിരിക്കാം, പക്ഷേ ആ കിടാവിന് അത്യാവശ്യം തലക്കുള്ളിൽ എന്താ പറയാ ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും ഗോകുലെ ഇതിൽ പറയുന്നുണ്ട് നിമിഷ സഹപ്രവർത്തകനാണ് അല്ലെങ്കിൽ പ്രവർത്തകയാണ് എന്നൊക്കെ ഒന്ന് ചിന്തിക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഗോകുലിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, താങ്കളുടെയൊക്കെ സഹപ്രവർത്തകനല്ലേ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി? ആ മമ്മൂട്ടിക്കെതിരെ ഈ ഇലക്ഷൻ സമയത്ത് 1-2 ആഴ്ചകൾക്ക് മുൻപ് എത്രത്തോളം വർഗീയമായിട്ടാണ് BJPയിൽ നിന്ന്, സംഘപരിവാറിൽ നിന്ന്, RSSൽ നിന്ന് എത്രത്തോളം വർഗീയപരമായിട്ടുള്ള പോസ്റ്റുകളും വർഗീയപരമായിട്ടുള്ള കമന്റുകളും കാര്യങ്ങളുമായിരുന്നു ഈ പറയുന്ന മമ്മൂട്ടിക്കെതിരെ വന്നിരുന്നത്. അന്ന് ഈ പറയുന്ന ഗോകുല് സഹപ്രവർത്തകന് എവിടെയായിരുന്നു? തന്റെ അച്ഛന് സഹപ്രവർത്തകനാണ്, തന്റെ അച്ഛന് അതിനെക്കുറിച്ച് ഒരു വാക്ക് ശബ്ദിച്ചോ അല്ലെങ്കിൽ അയാൾക്കെതിരെ അങ്ങനെ വർഗീയ പരാമർശം നടത്താൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പറയുന്നത് തനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അതെന്തിയാ തൻ്റെ അച്ഛനും തനിക്കും ഒന്നും ഈ പറയുന്ന മമ്മൂട്ടി ഒരു സഹപ്രവർത്തകനായിരുന്നില്ലേ? അപ്പോൾ തൻ്റെ അച്ഛനെതിരെ പറഞ്ഞപ്പോൾ മാത്രമാണോ നിമിഷക്ക് സുരേഷ് ഗോപി സഹപ്രവർത്തകനായി മാറുന്നത്? പിന്നെ തൊട്ട് മുൻപ് നടന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നമ്മളുടെ സൈനികത്തിന്റെ കാര്യം. അവന്റെ വിഷയത്തിലും ഈ പറയുന്ന വർഗീയത പറഞ്ഞുകൊണ്ട് അവനെ സുഡാപ്പിയാക്കിക്കൊണ്ട് ചാപ്പ കുത്തി കൊറ്റുകൂട്ടം BJP ആളുകൾ, സംഘപരിവാറിന്റെ ആളുകൾ, RSSന്റെ ആളുകൾ രംഗത്ത് വന്നിരുന്നത്. അന്നും ഈ പറയുന്ന ഗോകുലിനെ അവിടെ എവിടെയും കണ്ടില്ലല്ലോ. അതിന്റെ ഗോകുലെ തന്നെയും തന്റെ അച്ഛനെയൊന്നും ഈ പറയുന്ന വിഷയങ്ങളിലൊന്നും ഇടപെടാൻ കാണാതിരുന്നത്? അപ്പൊ ഈ പറയുന്ന ഗോകുലിന്റെ സഹപ്രവർത്തകനല്ലേ ഈ സൈനികം എന്ന് പറയുന്നത്? ഈ ഗോകുലിന്റെ സഹപ്രവർത്തകനല്ലേ മമ്മൂട്ടി എന്ന് പറയുന്നത്? ഗോകുലിന്റെ സഹപ്രവർത്തകനല്ലേ?
അപ്പൊ എന്ത് അവിടെ ഒന്നും നിങ്ങളെ കാണാതിരുന്നത്? അങ്ങനെ എത്രയോ നടീനടന്മാരുടെ നേരേക്ക് വർഗീയ പരാമർശവുമായിട്ട് എത്ര പ്രാവശ്യം BJPയുടെ ആളുകൾ വന്നിട്ടുണ്ട്. അന്നൊന്നും ഈ പ്രസ്താവന എവിടെയും കണ്ടില്ലല്ലോ ഗോകുലെ. അപ്പൊ എന്താ, അച്ഛന് പറയുമ്പോൾ മാത്രമാണോ സഹപ്രവർത്തകനെ എന്ന ചിന്ത വേണ്ടത്? മറ്റുള്ളവർക്കെതിരെ പറയുമ്പോഴും അവരും സഹപ്രവർത്തകരാണ്, തന്റെ പാർട്ടിയിലെ അണികളാണ്. അവർക്കെതിരെ ഇത്രത്തോളം വർഗീയമായിട്ട് പറയുന്നത്, വർഗീയമായിട്ട് ചിന്തിക്കുന്നത്, വർഗീയ തേജോവധം ചെയ്യുന്നത് എന്നൊക്കെ അച്ഛനോടും അച്ഛന്റെ അണികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറയണം. അങ്ങനെയാവുമ്പോൾ തന്റെ അച്ഛനും അതാത് എന്താ പറയാ പരിഗണന മറ്റുള്ള സഹപ്രവർത്തകർ നൽകും. അപ്പൊ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ രണ്ട് വ്യക്തികളുടെ രാഷ്ട്രീയം അവർ പറയുക തന്നെ ചെയ്യും. അതാണ് ഇവിടെ നിമിഷയും ചെയ്തിട്ടുള്ളത്. നിമിഷ എന്ന വ്യക്തിയുടെ അവൾക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നൽകുന്ന, ഇന്ത്യൻ ഭരണഘടനയിൽ നൽകുന്ന അവളുടെ സ്വാതന്ത്ര്യം, അതാണ് അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞത്. അത് ആ വ്യക്തിയുടെ പ്രസ്താവനയാണ്, അല്ലാതെ അത് സിനിമാ ലോകത്തിന്റെ പ്രസ്താവനയല്ല. അപ്പൊ അവിടെ വ്യക്തികൾക്കാണ് പ്രാധാന്യം. ഒരു ഇലക്ഷനിൽ രണ്ട് വ്യക്തികൾ വോട്ടിന് വേണ്ടി തേടുന്ന സമയത്ത് അതിൽ ഇടയിൽ നിൽക്കുന്ന വ്യക്തി, വോട്ട് ചെയ്യുന്ന വ്യക്തി ഈ രണ്ടുപേരുടെയും സുഹൃത്താണ് എന്നുണ്ടെങ്കിൽ കൂടി അവന് ഏത് പാർട്ടിയിലാണോ വിശ്വസിക്കുന്നത് ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും, ആ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യും. അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അവിടെ സുഹൃത്ത് ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ സുഹൃത്ത് ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല. രാഷ്ട്രീയം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു, പിന്നെ വീണ്ടും ഇവർ സുഹൃത്തുക്കളാവും. അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഗോകുലെ, തനിക്ക് ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ മീഡിയകൾക്ക് മുൻപിൽ വന്ന് പറയുന്നത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പൊ എന്തായാലും നിമിഷയുടെ കാര്യത്തിൽ നിമിഷ അവളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് അവളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞത്. ആ അഭിപ്രായത്തിൽ ഏകദേശം 180% ശരിയായി എന്ന് തന്നെ പറയാം. കാരണം രണ്ട് കൈയും കുത്തി നിന്ന് ഭരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇന്ന് BJP ഉള്ളത്. ഒറ്റകക്ഷിയായിട്ട് ഭരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊക്കെ നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ ഗോകുലെ, ഇത്രയേ പറയാനുള്ളൂ. ഇനിയും അച്ഛനെ അധികം പൊക്കി അടിച്ച് മുകളിലോട്ട് കൊണ്ടുപോകാതിരിക്കുക. അവിടെ നിന്നും പിന്നെ താഴേക്ക് പതിക്കുമ്പോൾ അത് ചിലപ്പോൾ സഹിക്കാൻ കഴിയില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. വർഗീയതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ജനങ്ങളെ മനുഷ്യരായി കണ്ടുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് നല്ല ഒരു നേതാവാകാൻ വേണ്ടിയിട്ട് അച്ഛനോട് ഉപദേശിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട്. ബൈ.